ലാലേട്ടന് നേർച്ചയുണ്ടോ? ലാലേട്ടൻ എന്തിന്റെ സൂക്കേടാണ്? കൂടുതലാണ് ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഒന്നല്ല, ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ലാലേട്ടൻ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ നിരന്തരമായി എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ, നിസാര കുറ്റങ്ങൾ, മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം മറച്ചു വെച്ചു നിസാര കാര്യത്തിന് വേണ്ടി അനുമോളെ ചീത്ത പറയുന്നതായിട്ട് കാണാം. എനിക്ക് തോന്നുന്ന പുള്ളിക്ക് വല്ല അമ്പലത്തിലോ വല്ല പള്ളിയിലോ വല്ല നേർച്ച കാണും. ഇത് ലാലേട്ടൻ ഒരാളോട് ദേഷ്യപ്പെടുന്നു എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. പുള്ളിക്ക് ഒരാളോട് വൈരാഗ്യം ഒന്നും ഇല്ലാത്ത വ്യക്തിയെന്നാണ് പുറമെ ഞാൻ അറിഞ്ഞത്. പക്ഷേ ഈ ബിഗ് ബോസ് പുള്ളിയോട് പറഞ്ഞു കൊടുക്കും, ഇന്ന ചോദിക്കുന്നു. അതായിരിക്കാം പുള്ളി ഇങ്ങനെ പറയുന്നത്. അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഈ എപ്പോഴും ഒരാളെ തൊടുന്നതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത്. അവിടെ തെറി വിളിച്ച ആൾക്കാരുണ്ട്, അച്ഛനും അമ്മയ്ക്കും വിളിച്ച ആളുകളുണ്ട്. ഓരോ തെറ്റുകൾ കാണിച്ച അക്ബറേയും പിന്നെ നമ്മുടെ ആര്യനെ പോലെയുള്ളവരെ ഒന്നും പറയത്തില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ ഉടനെ അതാരും ഓടെ ഇന്നലെ മൈക്ക് ഇതില്ലെന്നും പറഞ്ഞ് പുള്ളി അനുമോളോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളി ഭയങ്കര അങ്ങോട്ട് ഇതാകുന്നുണ്ട്. ഇതിനു മുന്നേ നമ്മുടെ ആര്യനും ജിസേലും തമ്മിൽ മൈക്ക് മാറ്റി വെച്ചപ്പോൾ ലാലേട്ടൻ്റെ വായിക്കകത്ത് പഴമായിരുന്നു. പുള്ളി ഒരക്ഷരം മിണ്ടിയില്ല അതേക്കുറിച്ച്. ആര്യ മോനെ എല്ലാം ചെയ്തു, അല്ല ലാലേട്ടാ ഞാനങ്ങനെ ചെയ്തു, ജിസേലങ്ങനെ പറഞ്ഞു, അല്ല ലാലേട്ടാ. ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ ഇല്ല. ഒന്നാലോചിക്കേ, ഇവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അവിടെ ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ ഒന്നുമില്ല. പക്ഷേ ഇവർ കാണിക്കുന്നതോ ഈ ജിസേലിനും ആര്യനും ചെയ്ത സമയത്ത് മൈക്ക് വെച്ച് ഒരുപാട് മൈക്ക് മാറ്റി സംസാരിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ വായിക്കകത്ത് പഴമായിരുന്നു. അതൊന്നും ചോദിച്ചില്ല. അനുമോളൊന്നും മൈക്ക് ഇത് ചെയ്തപ്പം എന്തിനും പോട്ടെ. ക്യാരറ്റ് അവിടെ ഏറ്റവും കൂടുതൽ കക്കുന്നത് നെവിനാണ്. പല ആളുകൾ, ആര്യനാണ് ഉൾപ്പെടെ പല ആളുകളും അവിടെ കട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ക്യാരറ്റ് കട്ടെന്നും പറഞ്ഞ് അനുമോളെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ചൂടായ ആളാണ്. ഓരോ പ്രാവശ്യം വരുമ്പോൾ പുള്ളി അനുമോളെ എന്തോ പിടിച്ച് വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് എനിക്ക് തോന്നുന്നത് അതിനകത്തുള്ളവർ, പുള്ളിയുടെ ഇത് കുഴപ്പമില്ല, അതിനകത്തുള്ളവരുടെ എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ അണിയറ പ്രവർത്തകർ പറഞ്ഞു കൊടുക്കും, ഇച്ചിരി ഇതായിട്ട് പറയണം ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അല്ല, പുള്ളിക്കാരോട് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പുള്ളി അനുമോളുടെ നെഞ്ചത്ത് കയറുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതൊരു നിസ്സാര കാര്യവും അത് നിസ്സാരമായിട്ട് വിടുന്ന പുള്ളി ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി അനുമോളോട് പ്രകടിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പല പ്രാവശ്യമായിട്ട്. മറ്റുള്ളവർ കാണിക്കുമ്പോൾ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. വലിയ വലിയ കുറ്റം കാണിച്ചവരെ പോലും ഒന്നും ഉണ്ടാവാൻ ഈ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഈ അനുമോളെ ഈ കുറ്റം പറയുന്നത് ലാലേട്ട നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇപ്പം പല ആളുകളും ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ചീത്ത വിളിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. പറയാനുള്ളത് ആരുടെ മുഖത്താണെങ്കിലും ഞാൻ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പല പ്രാവശ്യമായിട്ട് നിരന്തരമായി അനുമോളെ ഓരോ കാര്യത്തിനും ലാലേട്ട കുറ്റം പറയുന്നതാണ്. അവിടെയുള്ള മറ്റുള്ള ആളുകൾ, മറ്റുള്ള മത്സരാർത്ഥികൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും ലാലേട്ടൻ ഒരക്ഷരം മിണ്ടിയില്ല. അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ഈ ലാലേട്ടൻ എന്താ പിന്നെ എല്ലാവരെയും പറയണം, ഓരോ തെറ്റുകളും മറ്റുള്ളവരെ പറഞ്ഞ് അവർ ഇത് ചെയ്യണം. പക്ഷേ ഈ അനുമോളെ മാത്രം പല കാര്യങ്ങളിലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് ഇത് തെറ്റുകൾ ആര്യനും അക്ബറും ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ വായിക്കത്ത് എന്താണ്? ബിഗ് ബോസിൻ്റെയോ ലാലേട്ടൻ്റെയോ? ഒരാൾക്ക് ഒരു നിയമം, മറ്റുള്ള ആൾക്ക് വേറെ നിയമം. അത് എവിടുത്തെ ന്യായമാണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തണം. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക്, ഷെയർ, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.